of state of matter. അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഫസ്റ്റ് വൺ liquefaction means solid changes to liquid. Then we learn about vaporization, that is what liquid becomes gas. Then next one is condensation. Condensation means it is the process in which gas changes to solid. Then solidification, simple, liquid changes to solid. And the last one, sublimation, it is the process in which solid directly changes to gas. ഇവിടെ ഓൺ ഹീറ്റിംഗ്, അതായത് ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ചേഞ്ച് ഓഫ് ലിക്വിഫാക്ഷൻ, വേപ്പറൈസേഷൻ ആൻഡ് സബ്ലിമേഷൻ. ദെൻ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുക അല്ലെങ്കിൽ ഓൺ കൂളിംഗ് ടൈമിൽ നടക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സോളിഡിഫിക്കേഷൻ ആൻഡ് കണ്ടൻസേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഡിഫ്യൂഷൻ. Diffusion means it is the spontaneous mixing of different particles having freedom of movement. അതായത് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉള്ള ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ സ്പോണ്ടേനിയസ് മിക്സിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ. Now look at the example. Here in a conical flask we take some water and put some drops of ink. അങ്ങനെ നമ്മൾ ഇങ്ക് ഡ്രോപ്പ് ചെയ്ത സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? ഇങ്ക് മിക്സ്ഡ് വിത്ത് വാട്ടർ, അതായത് ഇങ്കിൻ്റെ പാർട്ടിക്കിൾസും വാട്ടർ പാർട്ടിക്കിൾസും മിക്സ് ചെയ്തു. ഇങ്ങനെയുള്ള സ്പോണ്ടേനിയസ് മിക്സിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ. നെക്സ്റ്റ്, ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിൻ്റെ ഡിഫ്യൂഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ലിക്വിഡ് ഇങ്ക് ഡിഫ്യൂസ്ഡ് ഇൻ വാട്ടർ. അതിൻ്റെ പിക്ചറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നെക്സ്റ്റ് വൺ, സോളിഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് മിക്സ്ഡ് ഇൻ ടു ലിക്വിഡ് വാട്ടർ. ദാറ്റ് ഡിഫ്യൂഷൻ യു ക്യാൻ സീ ഇൻ ദ വീഡിയോ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ, ബ്രോമിൻ ഗ്യാസ് ഡിഫ്യൂസ്ഡ് ഇൻ എയർ. ഈ ജാറിൽ ബ്രോമിൻ ഗ്യാസ് എയറുമായിട്ട് ഡിഫ്യൂസ് ചെയ്യുന്ന പിക്ചറാണ്. ദീസ് ആർ ദ ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. നൗ വി ക്യാൻ ചെക്ക് ദ ഇൻക്രീസിങ് ഓഫ് ഡിഫ്യൂഷൻ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലുമുള്ള ഡിഫ്യൂഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് നമുക്ക് നോക്കാം. സോളിഡ് സ്റ്റേറ്റിൽ വളരെ റെയർ ആയിട്ടാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. കാരണം എന്താ, സോളിഡ് സ്റ്റേറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്താണ്, വളരെ കുറവാണ്, വെരി ലെസ് ആണ്. സോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കുറയുന്ന സമയത്ത് അവിടെ ഡിഫ്യൂഷൻ പോസിബിലിറ്റി ഓൾസോ വിൽ ബിക്കം ലെസ്. ദെൻ കമ്പയർ ടു സോളിഡ്, ലിക്വിഡ് ഹാസ് മോർ ഡിഫ്യൂഷൻ പോസിബിലിറ്റി. കാരണം എന്താ, സോളിഡ്സിനേക്കാളും ലിക്വിഡ്സിൽ പാർട്ടിക്കിൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൂടുതലാണ്. സോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തിൻ്റെ പോസിബിലിറ്റിയും കൂടും, ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ പോസിബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ദെൻ ഗ്യാസ്. ഗ്യാസിൽ നമുക്കറിയാം പാർട്ടിക്കിൾസിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. സോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് വെരി ഹൈ ആയതുകൊണ്ട് തന്നെ ഡിഫ്യൂഷനും എന്തായിരിക്കും, ഹൈ ഡിഫ്യൂഷൻ പോസിബിലിറ്റി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Iodine is a substance that is easily converted into gas on heating. Then heat a few crystals of iodine in a watch glass, collect the vapors in a gas jar and keep another gas jar on top of it in watered position. അതായത് ഒരു വാച്ച് ഗ്ലാസ്സിൽ അയഡിൻ എടുത്തിട്ട് അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതെന്തായി മാറും, വേപ്പറായി മാറും. ആ വേപ്പറിനെ നമ്മൾ ആദ്യം ഒരു ഗ്യാസ് ജാറിൽ കളക്ട് ചെയ്യാം. Then keep another gas jar on the top as inverted position. So what is the observation what we can observe from this picture? The color of the iodine gas reaches to the upper jar, isn't it? ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. First question, what change occurs in the color of iodine vapors in the lower gas jar? അതായത് ലോവർ ഗ്യാസ് ജാറിലുള്ള അയഡിൻ വേപ്പേഴ്സിൻ്റെ കളറിൽ എന്ത് ചേഞ്ചാണ് വന്നത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും അതിൻ്റെ ആൻസർ? ദ കളർ ഓഫ് അയഡിൻ വേപ്പേഴ്സ് ഫേഡ്സ്, isn't it? Second question, what about the upper gas jar? അപ്പർ ഗ്യാസ് ജാറിൽ നമുക്ക് അയഡിൻ വേപ്പേഴ്സിൻ്റെ കളർ കാണാൻ പറ്റുന്നില്ലേ? സോ ദ ആൻസർ ഈസ് കളർ ഓഫ് അയഡിൻ വേപ്പേഴ്സ്
visible. In the next question, we have to write the reason for these observations. Because particles in the iodine vapors go upwards and particles of air in the top gas jar flow down. അതായത് അയോഡിൻ പാർട്ടിക്കിൾസ് മുകളിലേക്കും എയർ പാർട്ടിക്കിൾസ് താഴേക്കും ഫ്ലോ ചെയ്തത് കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an incense stick has fragrance, but the fragrance fills the room only when the stick is lit. Why do the fragrance spreads quickly in the room when the incense stick is lit? അതായത് നമുക്കറിയാം ഇൻസെൻസ് സ്റ്റിക്കിന് എന്തുണ്ട്, സ്മെല്ലുണ്ടായിരിക്കും. പക്ഷേ ആ സ്മെല്ല് നമ്മളൊരു ക്ലോസ്ഡ് സ്പേസിൽ അതായത് റൂമിൽ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ലൈറ്റൺ ചെയ്യണം. അത് എന്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇതാണ് ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ റൂമിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ റൂമിൽ ഇതിൻ്റെ സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എപ്പോഴാണ് ഇതിൻ്റെ സ്മെല്ല് റൂമിൽ സ്പ്രെഡ് ചെയ്യുന്നത്? ഈ സ്റ്റിക്ക് നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഈ പ്ലസൻറ്റ് സ്മെല്ല് എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. ഈ വേപ്പേഴ്സ് എയറുമായിട്ട് മിക്സ് ചെയ്യുന്നത് കൊണ്ടാണ് റൂമിൽ പ്ലസൻറ്റ് സ്മെല്ല് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? സോ വി ക്യാൻ റൈറ്റ് ദ ആൻസർ ആസ് when the stick is lit, pleasant smell of substance changes to gaseous state. This vapor mixed with air, hence pleasant smell spreads quickly in the room. Then, is there any relation between temperature and diffusion? Why does the smell of hot food spread quickly to a long distance? അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ ഡിഫ്യൂഷനും ടെമ്പറേച്ചറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ? ഡെഫിനറ്റ്ലി ദ ആൻസർ ഈസ് യെസ്. കാരണം എന്താ, ടെമ്പറേച്ചറും ഡിഫ്യൂഷനും തമ്മിൽ റിലേറ്റഡ് ആണ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തത്. നമ്മളവിടെ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഡിഫ്യൂഷൻ നടന്നു. അതുകൊണ്ടാണ് സ്മെൽ റൂമിൽ സ്പ്രെഡ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എന്തുകൊണ്ടാണ് ഹോട്ട് ഫുഡിൻ്റെ സ്മെല്ല് ലോങ് ഡിസ്റ്റൻസിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഹോട്ട് ഫുഡിൻ്റെ സ്മെല്ല് ഏത് സ്റ്റേറ്റിലാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഈ എയർ പാർട്ടിക്കിൾസുമായിട്ട് ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യും. അതുകൊണ്ടാണ് ഹോട്ട് ഫുഡിൻ്റെ സ്മെല്ല് ലോങ് ഡിസ്റ്റൻസിലേക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്നത്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ദ ആൻസർ ആസ് യെസ്, സ്മെൽ ഓഫ് ഹോട്ട് ഫുഡ് ഈസ് ഇൻ ദ gaseous state. Particles of gas get mixed with the particles of air and spread quickly to distant place. ടെക്സ്റ്റ് ബുക്കിൽ നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. ആ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ടേക്ക് water in a beaker and add carefully a drop of red ink into it. Then what do you see? Does the ink spread in the water? ഇത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞൊരു എക്സ്പെരിമെൻ്റ് തന്നെയാണ്. അവിടെ നമ്മൾ ബ്ലൂ ഇങ്ക് ആണ് യൂസ് ചെയ്തത്, ഇവിടെ റെഡ് ഇങ്ക് ആണ്. നോക്കൂ, ഇവിടെ വാട്ടറിലേക്ക് നമ്മൾ ഇങ്ക് ഡ്രോപ്പ് ചെയ്ത സമയത്ത് ഇങ്ക് വാട്ടറിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ? Yes, it is spreading. So, write in your textbook, the answer is red ink spreads in the water. Next question, compare the diffusion of iodine vapor and ink and find the difference. ഇവിടെ നമുക്ക് എന്ത് ആൻസർ എഴുതാം? The vapor of iodine diffuses quickly and the ink diffuses slowly. Then, what is the relation between diffusion and movement of particles in ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്? നമ്മൾ തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ദ ആൻസർ ആസ് diffusion of gaseous state is quicker. Why? Because the particles have high freedom of movement than that in the solid and liquid state. എന്തുകൊണ്ടാണ്? സോളിഡ്സിലും ലിക്വിഡ്സിലുമുള്ള പാർട്ടിക്കിൾസിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഗേഷ്യസ്
പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനേക്കാളും കുറവാണ്. അതായത് മൂവ്മെൻറ്റ് കൂടുന്ന സമയത്ത് ഡിഫ്യൂഷൻ ഓൾസോ ഇൻക്രീസ്. ദെൻ വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ഡിഫ്യൂഷൻ ഇൻ സോളിഡ്സ്? ഇറ്റ് ഈസ് വെരി റെയർ. എന്തുകൊണ്ടാണ്? സോളിഡ്സിൽ പാർട്ടിക്കിൾസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വെരി ലെസ് ആണ്. അതുകൊണ്ടാണ് സോളിഡ് സ്റ്റേറ്റിൽ എന്തിൻ്റെ പോസിബിലിറ്റി റെയർ ആയത്? ഡിഫ്യൂഷൻ പോസിബിലിറ്റി റെയർ ആയത്. These are some examples for diffusion.